ഞാൻ ഇന്ന് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ബീട്രൂട്ട് എടുക്കുമ്പം കുറച്ച് നല്ല നിറമുള്ള ബീട്രൂട്ട് നോക്കി എടുക്കാൻ ശ്രമിക്കണേ. എന്നാലേ നമുക്ക് ഈ പച്ചടി വെച്ച് കഴിയുമ്പോൾ നല്ലൊരു പിങ്ക് കളറ് കിട്ടുള്ളൂ. ഞാനിപ്പം ബീട്രൂട്ട് പച്ചടി ചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടിയിൽ ഒരു വലിയ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുവാണേ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇത് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇതിപ്പോൾ ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ എടുക്കും ഈ ബീട്രൂട്ട് ഒന്ന് വേവാനായിട്ട്. അപ്പോൾ ഇനി സമയമില്ലെങ്കിൽ നമുക്കിത് കുക്കറിലും വേവിച്ചെടുക്കാം. കുക്കറിൽ വേണമെങ്കിൽ ബീട്രൂട്ട് വലിയൊരു ബീട്രൂട്ട് ഒരു 4 കഷ്ണമായിട്ട് മുറിച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ അതെടുത്ത് വേണമെങ്കിൽ മിക്സിയിൽ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പം ബീട്രൂട്ട് അവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കാനുള്ള അരപ്പരച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയാട്ടോ എടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ഞാനൊരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പച്ചമുളകിൻ്റെ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ കടുകും കൂടിയാണ് കേട്ടോ. പിന്നെ ഇതിനകത്തോട്ട് ഞാനൊരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇത് ഇത്രയും കൂടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കണം. ഇതിപ്പോൾ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരച്ച് വെച്ച അരപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അരപ്പൊന്ന് ഒരു 2 മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണേ. ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് തൈര് ചേർക്കുന്നത്. ഞാനൊരു 1 കപ്പ് തൈര് നല്ലതായിട്ട് ഉടച്ചെടുത്തതാ കേട്ടോ. നമ്മൾ ബീട്രൂട്ട് വേവിച്ചപ്പോൾ മാത്രമേ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പം അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഈ തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കണേ. അപ്പം ഇനി തൈരൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് താളിച്ചൊഴിക്കണം. താളിക്കാനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 1/2 ടീസ്പൂൺ കടുകും 2 വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാട്ടോ താളിച്ചെടുത്തേക്കുന്നത്. ഞാൻ ഈ താളിച്ചിട്ടിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്യുന്നില്ല. ഞാൻ അടച്ചു വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ മിക്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്